ജനനായകൻ. ഇനി ആ ഒരു സിനിമയ്ക്ക് കിട്ടാൻ പോകുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതായത് സെൻസർ ഇഷ്യൂ, അതുപോലെ തന്നെ പല പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാരണം ആ സിനിമ ജാനുവരി 9 ഇറങ്ങേണ്ട സിനിമ ഇതുവരെ നീണ്ടുപോയി. ഇനി അതിനൊരു റിലീസ് ഡേറ്റ് ഇപ്പോഴും കറക്റ്റായിട്ട് വന്നിട്ടില്ല. ബട്ട് ഇനി ആ പടം ഇറങ്ങുന്ന സമയത്ത് വിജയ് CM ആയിരിക്കും. ഇനി ജനനായകൻ തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെയാണ് ടൈറ്റിൽ കാർഡെങ്കിൽ എന്തായിരിക്കും സിറ്റുവേഷൻ? ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ശ്രീ ജോസഫ് വിജയ്. ഒരു സിനിമയിൽ കൂടെ ഉണ്ടാവില്ല ഇത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ്. ആലോചിച്ച് നോക്കിയേ, ഒരുപാട് തടസ്സങ്ങൾ പുള്ളിക്ക് മുന്നിലൂടെ വന്നു. ബട്ട് അതെല്ലാം പുള്ളി സമാധാനത്തോടെ തരണം ചെയ്തു വന്നു. അതിനുള്ള റിസൾട്ട് പുള്ളിക്ക് ഇപ്പൊ കിട്ടിയിരിക്കുകയാണ്. ഈ ഗോഡ്സ് പ്ലാൻ എന്നൊക്കെ പറയില്ലേ, അത് ശരിക്കുള്ള ഒരു സംഭവം തന്നെയാണ്. അതായത് ദൈവം നമ്മളെ ഒരുപാട് പരീക്ഷിക്കും. ഫൈനലി നമുക്ക് ആ ഒരു റിസൾട്ട്, നമ്മൾ അത്രത്തോളം പാഷനേറ്റ് ആയിട്ട് നമ്മളത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഫൈനലി നമുക്ക് ആ ഒരു റിസൾട്ട് ദൈവം തന്നിരിക്കും. 100% ഷുവർ. ആ സിനിമ ലീക്കായി, പക്ഷെ ഇനി അത് ഇറങ്ങാൻ പോകുന്ന സമയത്ത് അതിന് കിട്ടുന്ന ഒരു സ്വീകരണമുണ്ട്. മേ ബി വിജയന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ കളക്ഷൻ വാരി കൂട്ടാൻ പോകുന്നത് ഈ സിനിമയായിരിക്കും. വിജയെ തള്ളി പറഞ്ഞ ഒരുപാട് പേര്, അതായത് പോലീസ് ആയിക്കോട്ടെ, ഹയർ പൊളിറ്റീഷ്യൻസ് ആയിക്കോട്ടെ, അവരെല്ലാവരും ഇന്ന് പുള്ളിക്ക് എസ്കോർട്ടായി പോയിക്കൊണ്ടിരിക്കുക. ദിസ് ഇസ് അൾട്ടിമേറ്റ് ഹീറോയിസം. ഇപ്പൊ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കോൺഗ്രസ് വിജയുടെ കൂടെ ചേരാം എന്നുള്ള രീതിയിലൊരു ഒത്തുതീർപ്പായിട്ടുണ്ട്. സോ അവരുടെ 5 സീറ്റും TVKയുടെ 108 സീറ്റും കൂടി ചേർന്ന് ഇപ്പൊ ടോട്ടലി 113 സീറ്റ്സ് ആയിട്ടുണ്ട്. ഇനി ഒരു 5 സീറ്റ് കൂടി വേണം. അത് പല വേറെ പാർട്ടികളുമായിട്ട് ഇവർ ചർച്ചയിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സോ വി ആർ ഗോയിങ് ടു സീ തലപതി വിജയ് ആസ് ദ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട്.